Good morning, all. Good morning, ma'am. Good morning, ma'am. Okay. ഇന്നലെ prayer ആരാണ്? ഞാൻ പാടാം മാം. Okay, Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Okay. Sign in ആരാ പറയുന്നേ? Sign in or thought of the day? Thought of the day ഞാൻ പറയാം മാം. ജീന പറഞ്ഞോളാം. Good morning, ma'am. Good morning, friends. Have a nice day. Today I am sharing with a little quote of Dr. Maria Montessori. The greatest sign of success for a teacher is to be able to say, the children are now working as if I did not exist. Thank you all. Thank you, ma'am. Okay, thank you. അപ്പൊ സൈൻ ഇൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? റെഡി ആണോ? ഓക്കെ, ക്ലാസ്സിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് ബട്ടണിങ് ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നത്തേക്കാണ് പറഞ്ഞത്? മാം, പറഞ്ഞോടാ. കഴിഞ്ഞ ക്ലാസ്സിൽ ബട്ടൺ ഫ്രെയിമും ഷൂലേസും സ്ട്രിപ്പ് ഫ്രെയിമും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ? എന്നാ മോനൊന്ന് കാണിക്കട്ടാ. കാണാൻ പറ്റണ്ടോ? ക്യാമറ ഓൺ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ കാണാം. ഇത് കാണാൻ പറ്റണ്ടോ? ഇത് നമ്മുടെ തം ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കണം, ഇതേപോലെ. എന്നിട്ട് അഗൈൻ റിവൈസ് മെത്തേഡ്. ഇതാണ് സിപ്പ് മെത്തേഡ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മള് ബട്ടൺ മെത്തേഡ്. ബട്ടൺ മെത്തേഡിൽ വന്നത് ഇതുപോലെ തന്നെ നമ്മുടെ തം ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ തള്ളിപ്പിടിച്ചിട്ട് ഇവിടുന്ന് ഈ ഹോളിന്റെ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യണം. ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കണം. അങ്ങനെ എല്ലാം ഓപ്പൺ ആക്കണം. അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ ഇതേപോലെ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് വന്നത് ഷൂലേസസ് ആണ് നെക്സ്റ്റ് വന്നത്. കാണാൻ പറ്റണ്ടോ മാഡം? അത് ഇതേപോലെ തന്നെ അങ്ങനെ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, നല്ലായിരുന്നു കേട്ടാ. ഞാനും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഓക്കെ, ഇത് ഷൂലേസ്. അത് നെക്സ്റ്റ് സിപ്പ് മെത്തേഡ്. ബട്ടൺ മെത്തേഡ്. നന്നായിട്ടുണ്ട് കേട്ടാ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ?
നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്, വേറെ ആരും ചെയ്തിട്ടില്ല. ഞാൻ എങ്ങാനും അവസാന ഡേറ്റ് എങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നെക്സ്റ്റ് ക്ലാസ് ഫെബ്രുവരി പറഞ്ഞേക്കുന്നത്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാ പറഞ്ഞേക്കുന്നത്. ഓക്കെ അപ്പൊ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും മതി. ഓക്കെ, ഞാൻ ഡേറ്റ് ചോദിച്ചാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ചെയ്ത് നന്നായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഏകദേശം ഒരു മോഡൽ കിട്ടിയല്ലോ, എങ്ങനെയാണ് ബട്ടണിങ് ഫ്രെയിം, ഷൂലേസിന്റെ, അതേപോലെ സിബ്, പിന്നെ പ്രസ് ബട്ടൺ ഉണ്ട് മക്കളെ. പ്രസ് ബട്ടൺ ഇല്ലേ, പുതിയ ടൈപ്പ് ഒരു സ്റ്റീലിന്റെ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണ ഒരു ബട്ടൺ, പ്രസ് ബട്ടൺ ഫ്രെയിം, അങ്ങനെ ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണ്? അറിയാം. കുഞ്ഞുമക്കളൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് സർ, കുട്ടികൾക്കൊക്കെ. ഡ്രസ്സിലൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് പ്രസ് ബട്ടണാ വരുന്നത്. അപ്പൊ അതിന്റെ ഫ്രെയിമും കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? നോർമലൈസേഷനും ഡീവിയേഷനും ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ്സിനെയൊക്കെ നമ്മൾ എന്താക്കും? നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആക്കി മാറ്റും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇപ്പൊ ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു അസറ്റ് ആണ്. അവർക്ക് വേറെ സൈഡ് എഫക്ട്സോ ഒന്നുമില്ല. നമ്മുടെ സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ. അവർക്ക് അവരുടെ ഡിസേർവ്സ്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിക്ക് അനുകൂലമായിട്ടുള്ള ഡിസേർവ്സ് ഒക്കെ ആയിരിക്കും ആർക്ക്? ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനുള്ളത്. സോ അവരുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ ടുഗദർനെസ് ഉണ്ടാവും, ഒരു കെട്ടുറപ്പ് ഉണ്ടാവും. എല്ലാവരും തമ്മിലൊരു നമ്മൾക്കൊക്കെ വേണ്ടവരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരു കെട്ടുറപ്പ് ഉണ്ടാവും. അത് കൂടാതെ ടുഗദർനെസ് ഉണ്ടാവും. ടുഗദർനെസ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ളൊരു ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ടാവും. അവർ ഭയങ്കര ലവിങ് നേച്ചർ ആയിരിക്കും, മറ്റുള്ളവര് സിമ്പത്തറ്റിക് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും, മറ്റുള്ളവരെ സഹായിക്കണം. അതേപോലെ തന്നെ ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. അയ്യോ, ഇപ്പൊ ഞാൻ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ആ ഒരു എക്യുപ്മെന്റ്സ് വെച്ച് കളിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എക്യുപ്മെന്റ്സ് വെച്ച് വർക്ക് ചെയ്യാണ്. അപ്പോ മറ്റു കുട്ടികൾക്ക് അത് കിട്ടുന്നില്ലല്ലോ, അപ്പൊ അവർക്ക് എന്തായിരിക്കും അത് കിട്ടാത്തത്? ഞാൻ കൊടുക്കണ്ടേ? അങ്ങനെ ഒരു ചിന്ത വരും. ഞാൻ അവർക്കും കൂടി ഷെയർ ചെയ്യണം, എന്നാലല്ലേ അവർക്കും കൂടി അതിൽ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? അവർക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഷെയറിങ് ഹാബിറ്റ്സ്, സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഹാബിറ്റ്സ്, ലവ്, പിന്നെ എന്താണ്? ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾ കഴിവതും ആ ഒരു അന്തരീക്ഷവുമായിട്ട് ഇഴുകി ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. നല്ലൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ അവിടെയുള്ള കുട്ടികള് മറ്റുള്ള കുട്ടികൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓൾഡർ വൺസ്, ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള്, പിന്നെ ഡീവിയേറ്റഡ് ചൈൽഡായാലും പിന്നെ വരുന്ന യങ്ങർ വൺസിന് ഒരു ഗൈഡ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ ആ കുട്ടികൾ തന്നെ അവർക്ക് എന്ത് ചെയ്യും? അതിനാവശ്യമുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കും. അവർ തമ്മിലൊരു ഒത്തൊരുമ ഉണ്ടാവും, ഒരു നല്ല ഒരു നല്ലൊരു ഒത്തൊരുമ, നല്ലൊരു യൂണിസൺ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു കെട്ടുറപ്പ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വഴി നമുക്ക് സൊസൈറ്റിക്ക് നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് നല്ല ക്വാളിറ്റീസ് ഉള്ള, നല്ല ക്യാരക്ടറുള്ള, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, സെയിം ഏജ് ഉള്ളവരെ പോലും അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെന്താണ് ആ സമയത്ത് ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് പോലും ചിന്തിക്കാൻ കഴിവുള്ള നല്ല കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാർത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. ഒരാൾ വായിക്കാം, അതൊരു 2 പാരഗ്രാഫായിട്ട് 2 പ്രാവശ്യമായിട്ട് വായിക്കുക കേട്ടോ. അതല്ല, 3-4 സെന്റൻസ് വായിക്കുക. ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം അടുത്ത 3 സെന്റൻസ് വായിക്കാം. ആരാ വായിക്കുന്നേ? മാം, ഞാൻ വായിക്കാം. ഓക്കെ. Society of cohesion. In a Montessori classroom, children are provided with environment capable of being nourished. Teacher is careful about the various stages of development of the child and help him with his internal needs. Thus, the child is able to work as per his will. So, his mental and physical energy work in
unison and the child become normalized. ഓക്കെ കേട്ടോ. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അവരുടെ ആ എൻവയോൺമെന്റ് ആയിട്ട് നല്ല ഇഴുകി ചേർന്ന് അവർക്ക് ആ ഒരു എൻവയോൺമെന്റിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതില് അവരുടെ ഡെവലപ്മെന്റ്സിന്റെ സ്റ്റേജസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അവരുടെ ഇന്റേണൽ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് അവന്റെ ഇഷ്ടം അനുസരിച്ച് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് അത് കുട്ടിക്ക് തെരഞ്ഞെടുക്കും. പറഞ്ഞ ബിബിത. മാം, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ. ഇത് പുതിയ യൂണിറ്റ് 6 അല്ലേ മാം ഇപ്പൊ എടുക്കുന്നേ? അതെ, ലൈറ്റ്സ് വരെ നിർത്തിയില്ലേ? അല്ല, നമ്മള് ഈ ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ അല്ലേ എടുത്ത് നിർത്തിയായിരുന്നേ? അതിന്റെ ടൈപ്സ് എടുത്തിട്ടില്ലല്ലോ. ടൈപ്സ് എടുത്തില്ലേ ലാസ്റ്റ് ക്ലാസ്സില്? ഇല്ല, ബ്രൈറ്റ് ചിൽഡ്രൻ വരെ എടുത്ത് നിർത്തിയേ. മറ്റുള്ളവർക്കോ? ലാസ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെ കയറിയത്? ത്രീ ടൈപ്സ് കുട്ടികളെ പറഞ്ഞിട്ട് അതൊന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ പറയാം. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാ പറഞ്ഞ്. അങ്ങനെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ റെക്കോർഡഡ് ക്ലാസ് കണ്ടത്. ഏതാണ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ പറഞ്ഞിട്ടില്ല? ടൈപ്സ് ഓഫ് ഡീവിയേഷൻ എടുക്കാനുണ്ട്. ഈ ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ 3 മിസ് പറഞ്ഞത് സ്പീഡായിട്ടാ പറഞ്ഞത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂടുതൽ ടൈം ഇരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞേട്ടാ. ഓക്കെ, സോറി. നമുക്ക് ഇത് നോക്കാം കേട്ടോ. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാനത് കംപ്ലീറ്റ് ആക്കി എന്നുള്ളൊരു ഓർമ്മയിലാണ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചു. ഓക്കെ, സോറി. നമ്മൾ ക്ലാസ് ഓഫ് ഡീവിയേറ്റഡ് ചൈൽഡ് ആണ് പറഞ്ഞത്. അതിൽ 3 ടൈപ്സ് ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. നോട്ടി ചിൽഡ്രനിൽ പറഞ്ഞത് ഭയങ്കര വികൃതിയായിട്ട് ഭയങ്കര കുരുത്തക്കേടുള്ള കുട്ടികളെ, മുതിർന്നവരെ എതിർക്കുന്നവര്, ഭയങ്കര ഗ്രിഡി ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഈ നോട്ടി ചിൽഡ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് അവർ ശരിക്കും നമ്മൾ കാണുമ്പോൾ നല്ല കുട്ടികളാണെന്ന് തോന്നും, പക്ഷെ അവർ ശരിക്കും ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. അവർ ഭയങ്കര മടിയന്മാരായിരിക്കും, ഭയങ്കര എന്താണ് എന്താ പറയുക, സ്റ്റിക്ക് ആയിരിക്കും അഡൾട്ട്സിനോട്. അതേപോലെ അഫ്രൈഡ് ഓഫ് എവറിത്തിങ്, മറ്റുള്ളവരെ ഭയങ്കര പേടിയായിരിക്കും. അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ഒരു പെൻസിൽ ഒരു അച്ഛൻ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഒരു പെൻസിൽ വാങ്ങിച്ചിട്ട് പോയി. പിറ്റേ ദിവസം വന്നപ്പോ അത് കണ്ടില്ല. അപ്പൊ ആ കുട്ടീനോട് അച്ഛൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു. അപ്പൊ പിറ്റേ ദിവസം വന്നപ്പോ അടുത്ത നെക്സ്റ്റ് ഡേ ആ പെൻസിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവൻ എന്ത് ചെയ്തു? അച്ഛൻ കണ്ട അതിനെ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് കൂട്ടുകാരൻ ഒരു പെൻസിൽ എടുത്തു. അതവിടെ ദ ഹാബിറ്റ് ഓഫ് ലൈങ് ഓർ സ്റ്റീലിങ്ങിന്റെ ഹാബിറ്റ് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. അത് വീക്ക് ചിൽഡ്രൻസിന്റെ ഒരു ക്യാരക്ടറാണ്. അവർക്ക് പേടിയാണ്, മറ്റുള്ളവരെ പേടിയാണ്, അഡൾട്ട്സിനെ പേടിയാണ്. അവർ സ്ലോ ലേണേഴ്സ് ആണ്. പതുക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, പതുക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ബ്രൈറ്റ് ചിൽഡ്രനിലേക്ക് വരുമ്പോൾ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും. അവർക്ക് നല്ല സ്കോർ ഉണ്ടാവും. അക്കാഡമിക് സെഷൻ നോക്കുകയാണെങ്കിൽ നല്ല സ്കോർ ഒക്കെ ഉണ്ടാവും. പക്ഷേ അവർ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും. അവരുടെ ഫാന്റസി വേൾഡിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് അവർക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോ അതേപോലെ തന്നെ എന്താണ്, അവരുടെ ആ ഒരു വേൾഡിലായിരിക്കും അവർ കൂടുതലായിട്ട്, ഇമാജിനേറ്റീവ് വേൾഡിലായിരിക്കും അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നത്. അങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് ഓഫ് ഡീവിയേറ്റഡ് ചൈൽഡിൽ 3 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നോട്ടി ചിൽഡ്രൻസ്, അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ വീക്ക് ചിൽഡ്രൻസിനെയും അത്യാവശ്യം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ കുറച്ച് കള്ളമൊക്കെ പറയണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. ബ്രൈറ്റ് ചിൽഡ്രൻസ് ശരിക്കും ഇവര് നല്ല അക്കാഡമിക് സ്കോർ ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷേ അവർ അവരുടെ വേൾഡിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ലീവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. നോട്ട് അക്സെപ്റ്റ് ദ റിയാലിറ്റി. അവർക്ക് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ദേ അക്സെപ്റ്റ് ദർ ഫാന്റസി വേൾഡ്. അവരുടെ ഫാന്റസി വേൾഡ് ആയിരിക്കും അവർക്ക് കൂടുതൽ പ്രിഫറബിൾ, അല്ലെങ്കിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് പറയുന്നത്. ഇതില് ഞാൻ വായിക്കാം കേട്ടോ. Some of the deviations Montessori described as seen in different forms in different types. നമ്മൾ നേരത്തെ നോക്കി 3 ടൈപ്സ് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ഓഫ് ചിൽഡ്രൻ. Others are quick to just one. അപ്പോ അതേസമയം മറ്റുള്ളവർ ഒരു തരത്തിൽ മാത്രമുള്ളവരാണ്.
ബാക്കിയുള്ളവരായിട്ട് നമുക്ക് ഏകദേശം കാറ്റഗറി കണക്കാക്കാൻ പറ്റും. Children with a deviated character become caught in prepared environment since they are starting working on practical materials. അപ്പൊ ആദ്യം ഈ പറഞ്ഞ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കുറെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ടീച്ച് ചെയ്യുന്നത് പറഞ്ഞ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നോട്ട് ലെക്ചർ നോട്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സിലെ പോലെ തിയറി നോട്ട്സുകളോ ഒന്നുമല്ല നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. ഫുൾ practical materials use ചെയ്താണ്. Children attain control over their movements that they attain the power over themselves. കൂടുതലായിട്ട് ഈ ഹാൻഡ് മൂവ്മെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് അവരുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റി തുടങ്ങുമ്പോൾ മുതൽ അവർക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഹാൻഡ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മൂവ്മെന്റ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡ് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കും. നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ കുട്ടികൾ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്ത് അവർക്ക് ആ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഓൾ നെഗറ്റീവ് ത്രെഡ്സ് ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന നെഗറ്റീവ് ത്രെഡ്സ് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് മോശം ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫൗണ്ട് ഇൻ ചിൽഡ്രൻ ബിക്കം ദേ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് prepared environment will disappear. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള ത്രെഡ്സ് ആ നെഗറ്റീവ് ആയിട്ടുള്ള ത്രെഡ്സ് ഒക്കെ മാറി നല്ലൊരു ക്യാരക്ടറിലേക്ക് ആ കുട്ടി മാറും. എന്ന് വെച്ചാൽ ഡീവിയേറ്റഡ് ചൈൽഡ് നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നു. നോർമലൈസ്ഡ് ചൈൽഡ് നമ്മുടെ മോണ്ടിസോറിയിൽ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. ദേ ഡെവലപ്പ് ദ പവർ ഓഫ് സെൽഫ് കൺട്രോൾ. അവർക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാനായിട്ട് സ്വയം നിയന്ത്രിക്കാൻ പറ്റും. ആൻഡ് ഒബീഡിയൻസ് നല്ല അനുസരണശീലം വരും. നമ്മൾ ആദ്യം വരുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല. ആദ്യം ഇവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ അവർ വീട്ടിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ മോഷ്ടിക്കണം അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെല്ലാം ഇവിടുത്തതാണ്, ഇവിടെ തന്നെ വേണ്ടതാണ്. പിന്നെ അവരത് എന്ത് ചെയ്യാൻ തോന്നും, അനുസരിക്കാൻ തോന്നും. ആ ഒരു എൻവയോൺമെന്റിലേക്ക് വന്ന് അവർ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുള്ള റൂൾസ് ഒരു കുട്ടി ബാക്കി എല്ലാ കുട്ടികളും ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവരും പിന്നെ എന്ത് ചെയ്യാൻ തോന്നുന്നു, ആ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവരെ പോലെ തന്നെ ഫോളോ ചെയ്യാൻ നോക്കും. ദേ ഓഫർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് പ്രൊവൈഡ് മോറൽ ഹെൽപ്പ് ടു ദർ പിയേഴ്സ്. അവരുടെ സമപ്രായക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ എൽഡർ വൺസ് അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചൈൽഡ് ഈ ഡീവിയേറ്റഡ് ചൈൽഡിനെ അവരെന്ത് ചെയ്യും, സഹായിക്കും. പരസ്പര സഹായവും അതേപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഹെൽപ്പ് ഒക്കെ കൊടുത്ത് അവരെ എന്താക്കി മാറ്റും, ന്യൂ ചൈൽഡ് നമ്മുടെ മോണ്ടിസോറി പറയുകയാണെങ്കിൽ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റും. They are able to work in harmony. അപ്പൊ ഇവർക്ക് നല്ല ഹാർമണിയോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. They are refers. ഇനി ഡീവിയേറ്റഡ് ചൈൽഡിൽ നിന്ന് മാറി ഈ നല്ല കോൺസെൻട്രേഷനും നല്ല സെൽഫ് കൺട്രോളും നല്ല ഒബീഡിയൻസും ഒക്കെ വരുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ എന്താ പറയുന്നത്, ന്യൂ ചിൽഡ്രൻ. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വന്ന ന്യൂ ചിൽഡ്രൻ ആയിട്ടാണ് നമ്മൾ അവരെ കണക്കാക്കുന്നത്. ആൻഡ് ക്യാൻ ഓൾസോ റെഫേഴ്സ് ടു ബി നോർമലൈസ്ഡ്. അങ്ങനത്തെ കുട്ടികളെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നോർമലൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റും. പെട്ടെന്നൊന്നും നമുക്ക് ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. 3 to 4 months കൂടി ആദ്യം വരുമ്പോൾ ഒരു 3 to 4 months നമുക്ക് ഈ കുട്ടികളെ നോർമലൈസ്ഡ് ചൈൽഡായിട്ട് മാറ്റാൻ പറ്റും. വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവരിൽ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. കുറച്ചായിട്ട് നമുക്ക് അവരുടെ ക്യാരക്ടർ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക, ഒരു വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെ അവരുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്ത് അവർക്ക് സെൽഫ് കൺട്രോളും ഒബീഡിയൻസും ഒക്കെ വരുത്തി നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, നോർമലൈസ്ഡ് ചൈൽഡ് നമ്മളുടെ ന്യൂ ചൈൽഡാക്കി മാറ്റാനായിട്ട് പറ്റും. ഇതാണ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ. ഇനി ഏതൊക്കെ ടൈപ്സ് ഡീവിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് സൈക്കിക് ഫാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഈ മനസ്സ് എന്താണ് കയറ് പൊട്ടിയ പട്ടം പോലെ പറന്നു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ, ആ ഒരു സ്റ്റേജ് ആണ് ഇത് സൈക്കിക് ഫാബ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലെ കുട്ടീനെ നമുക്ക് നോർമലൈസ്ഡ് ആക്കാം. നമുക്ക് നോക്കാം. The fabio comes from Italian word for run away. പുറത്തേക്ക് ഓടിപ്പോവുക, റൺ അവേ. എ ഫ്ലൈറ്റ് ഓഫ് വിങ്സ് എന്താണത്, ഒരു പറക്കലാണ്. അത് ഫ്ലൈറ്റ് ഓഫ് മനസ്സ് പറന്ന് നടക്കുക എന്നൊരു അവസ്ഥയിലായിരിക്കും ഈ കുട്ടികൾ ഉണ്ടാവുക. When the children's mind see inherent, the child will take refuge in the fantasy world, a world that he find more preferable than the real environment.
അപ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കര മനസ്സ് പറന്ന് നടക്കുന്ന ടൈപ്പ് കുട്ടികൾക്ക് അവർക്ക് അവരുടെ ഫാന്റസി വേൾഡിലായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവർക്ക് അവരുടെ ഫാന്റസി വേൾഡിൽ അവർ ആരും കൺട്രോൾ ചെയ്യാനില്ല, അവർക്ക് കുറെ ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് റിയൽ എൻവയോൺമെന്റിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് ഏത് എൻവയോൺമെന്റ് ആയിരിക്കും? അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഫാന്റസി വേൾഡ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡീവിയേഷനിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 points to know if this is a deviation. ഇത് ഡീവിയേഷൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 2 points നോക്കാം. If the child cannot tell the difference between fantasy and reality. ആ കുട്ടിക്ക് എന്താണ് ഫാന്റസി എന്താണ് റിയാലിറ്റി എന്ന് ഡിഫറൻസ് ചെയ്ത് പറയാനായിട്ട് പറ്റാത്ത അവസ്ഥ. ആ ഡിഫറൻസ് അവന് മനസ്സിലാവുന്നില്ല. അത് ഫാന്റസി വേൾഡ് ആണ്, ഇതാണ് റിയാലിറ്റി എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ എന്താണ് സൈക്കിക് ഫാഗോ ആണ്. ഇഫ് ദ ചൈൽഡ് യൂസ് ദ വേൾഡ് ഓഫ് ഫാന്റസി ആസ് ദ മീൻസ് ഓഫ് എസ്കേപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഗെയിംസ്. ഇപ്പൊ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി അവന് കൊടുത്തിരിക്കാം. ഞാൻ ചുമ്മാ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് പറയുമ്പോ ഞാൻ കുഞ്ഞുട്ടന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ വലിയ ഗെയിം ഒന്നും കളിക്കില്ല. അപ്പൊ അവൻ അവിടെ എടുത്തിരിക്കുന്ന ഒരു പാവേനെയോ അല്ലെങ്കിൽ അവിടെ ഒരു പാവ ഉണ്ടെന്ന് അവന്റെ സങ്കല്പത്തിൽ ആ കുട്ടിനോ ആ ഒരു പാവനോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ എസ്കേപ്പ് ചെയ്യാണ് ഗെയിംസിൽ നിന്ന്, അവൻ ആ ഫാന്റസി വേൾഡിലേക്ക് അവൻ എസ്കേപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ദെൻ ആ കുട്ടി എന്താണ് ഡീവിയേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വരും. കാരണം ചില കുട്ടികൾ അങ്ങനെയാണ്, ചില കുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവര് അവരുടെ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ഡീവിയേറ്റഡ് ചൈൽഡാണെന്ന് മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരുമാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം പോയിട്ട് ഞാനാണ് എനിക്ക് കുഞ്ഞുട്ട്, ജസ്റ്റ് ഞാനാണ് കുഞ്ഞുട്ട്, നമുക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാം, ഓക്കെ നമ്മൾ എന്നിട്ട് റിയാലിറ്റിയിലേക്ക് വരാം. കുറച്ചൊക്കെ നമ്മൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഫാന്റസി വേൾഡിൽ നിന്ന് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്സ് എടുക്കാം. അതേപോലെ നമുക്ക് ഗെയിമുകൾ, ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റിയൽ എൻവയോൺമെന്റിലേക്ക് അവൻ എന്ത് ചെയ്യാൻ കൊണ്ടുവരാനായിട്ട് നോക്കാം. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത കുട്ടികളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത്, അവർ തല്ലേ ചീത്ത പറയാ ഒന്നല്ല വേണ്ടത്, നമ്മൾ അവരുടെ ഒപ്പം പോയി ഓക്കെ അതാണ് ഓക്കെ ഇനി നമുക്ക് റിയൽ വേൾഡിലേക്ക് വരാം. അത് റിയൽ ഗെയിമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ റിയൽ നോർമലൈസ് ആക്കാൻ ശ്രമിക്കും. To resolve this, the teachers will center on the whole. What do you do at home? The teachers may recommend the activity that the child could do at home. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മള് ടീച്ചേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ചിലപ്പോ ആദ്യത്തെ ദിവസം അവൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ദിവസം വരുമ്പോൾ എന്തായിരിക്കും, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി ചെയ്തോ. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ മറന്നുപോയി മിസ്, കുഴപ്പമൊന്നുമില്ല, നാളെ കുട്ടികളല്ലേ മറന്നുപോകും, നാളെ ചെയ്താൽ മതി, പേടിക്കൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട, നാളെ ചെയ്യുന്നുണ്ടാ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിൽ നമ്മൾ പെരുമാറണം. ഓക്കെ, അപ്പൊ അവർക്ക് അത് ചെയ്യാനായിട്ട് താല്പര്യം. ഓരോ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇപ്പൊ നിങ്ങളോട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, നിങ്ങളോട് വീട്ടിൽ ചെന്നിട്ട് ഇന്ന ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആദ്യ ദിവസം നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഞാൻ പെട്ടെന്നൊന്നും ചെയ്തതറിയില്ല, നിങ്ങളോട് പറയാൻ പറയും ആ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആ ആക്ടിവിറ്റി നെക്സ്റ്റ് ഡേ ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്തോളും. ഇനി അടുത്തതാണ് സൈക്കിക് ബാരിയേഴ്സ്. സൈക്കിക് ഫാഗ് പോലെ തന്നെ ഒരു ക്യാരക്ടർ ഒരു ഡീവിയേഷൻ ആണ് ഏത് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. ഇവിടെ അവനൊരു എന്താ പറയുക ഒരു തടസ്സമുണ്ട്. റിയൽ വേൾഡും അവനും തമ്മിലൊരു ബാരിയർ പോലെ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു തടസ്സം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ ലവും സ്നേഹവും അങ്ങനെ കിട്ടാത്ത കുട്ടികൾക്കായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, സൈക്കിക് ബാരിയർ ഉണ്ടാകുന്നത്. അവന്റെ ഒരു റിയൽ ആയിട്ടുള്ള വേൾഡിൽ നിന്ന് അവൻ ഒറ്റപ്പെട്ടിരിക്കാനായിട്ടാണ് അവർക്ക് ഇഷ്ടം. ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. നേരത്തെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, തടസ്സം അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾ വെച്ച് നോട്ട് ഗെറ്റ് ലവ്, അവർക്ക് അവന്റെ സ്നേഹം കിട്ടേണ്ട സമയത്ത് സ്നേഹം കിട്ടുന്നില്ല. ചിലപ്പോൾ പാരന്റ്സ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ടാവും, ഡിവോഴ്സ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവും, പാരന്റ്സ് ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫാമിലി ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സ്, ചിലപ്പോൾ അവർ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പമായിരിക്കും കുട്ടികൾ വളരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്കാണ് മെയിൻ ആയിട്ട് ഈ സൈക്കിക് ബാരിയർ അഫക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് വെൻ എ ചൈൽഡ് എറക്ട് എ ബാരിയർ ബിറ്റ്വീൻ ഹിം ആൻഡ് ദ വേൾഡ്. അവനും ഈ വേൾഡ് തമ്മിലൊരു ബാരിയർ അവ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ദ ചൈൽഡ് ഫീൽ
As disappointed in the way he has been treated, the child goes from the fantasy world to the rejection of the real world and plays the obstacles against its environment. അപ്പൊ അവന് റിയൽ വേൾഡിൽ അവനെ റിജക്ട് ചെയ്യണം, ആരും അവനെ ഇഷ്ടപ്പെടാനൊന്നുമില്ലെങ്കിൽ അവൻ എവിടേക്ക് വരും? ഫാന്റസി വേൾഡിൽ വരും. എന്നിട്ട് അവൻ അവന്റേതായ രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യും. എനിക്കിവിടെ വേറെ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ മൈൻഡിൽ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാണ്. അവരുടെ റിയൽ വേൾഡിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ പാരന്റ്സ് അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവൻ ആ ഫാന്റസി വേൾഡിലേക്ക് വന്നിട്ട് അവിടെ അത് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒരു ലവ്, സ്നേഹമൊക്കെ ആ കിട്ടുന്നതായിട്ട് അതാണ് അവന് ഇഷ്ടം. പുറത്തേക്ക് വരാനായിട്ട് അവന് താല്പര്യം ഉണ്ടാവില്ല. കാരണം റിയൽ വേൾഡിലേക്ക് വന്നാൽ അവനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്നു, പാരന്റ്സ് ആണെങ്കിലും ചീത്ത പറയുന്നു, അടിക്കുന്നു, അതൊക്കെ പ്രശ്നമാണ്. ഇഫ് ഹി ഡസ് നോട്ട് ഹെൽപ്പ്, ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ഹെൽപ്പ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് സമയത്ത് നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി മേ ബി വിട്രാണ് എന്ന് വെച്ചാൽ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ അമ്മനോടും അച്ഛനോടൊക്കെ ഉള്ള ഇത് ഇഷ്യൂ ഉണ്ടല്ലോ, അവന് സ്നേഹം കിട്ടുന്നില്ല. ചിലപ്പോ യങ്ങർ വൺസ് വരുമ്പോഴായിരിക്കും ഈ ഒരു പ്രശ്നം. നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, നമ്മള് ജയറാമിന്റെ ഒരു ഫിലിം, എന്താണ് ജയറാമിന്റെയും കാളിദാസിന്റെ ഒരു സിനിമ, ചെറിയ കുഞ്ഞിക്കുട്ടിയായിരിക്കുന്ന സമയത്ത് കൊച്ചു കൊച്ചു സന്തോഷമാണ്. അതെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അതിലൊരു കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് അവിടെ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൈക്കിക് ബാരിയർ ആണ്. അവന്റെ മനസ്സിൽ അവൻ ക്രിയേറ്റ് ചെയ്തു ആ വേൾഡ്, അച്ഛനും അമ്മയും അനിയനുള്ള വേൾഡ് അവന്റെ എല്ലാ ഒരു വേൾഡ്. അവൻ അവിടെ നിന്ന് എന്താണ് വേറെ സെപ്പറേറ്റ് ആണ്. നല്ല മൈൻഡിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അത്ര ക്രൂരതായിട്ടുള്ള കാര്യം പോലും അവന് ചെയ്യാനായിട്ട് പറ്റിയതും അത് മറച്ചു വെക്കണം എന്നുള്ള ചിന്ത പോലും അവന്റെ മനസ്സിൽ വന്നത്. ശരിക്കും പറഞ്ഞ കുട്ടികളൊക്കെ പാവങ്ങളാണ്, ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ അവരുടെ ഇങ്ങനത്തെ സൈക്കിക് ബാരിയർ വരുമ്പോൾ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനായിട്ട് കാരണമാകുന്നു. ഓക്കെ, ഇതിന് ഭൂരിഭാഗം കാരണവും നമ്മളാണ്, പാരന്റ്സ് ആണെങ്കിൽ പുറത്തുള്ള വേൾഡ് ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കറക്റ്റ് സമയത്ത് ഈ ഡീവിയേഷൻ കണ്ടുപിടിക്കുകയും അതിന് കറക്റ്റ് ആയിട്ടുള്ള പരിഹാരം കണ്ടെത്തുകയും വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ടൈപ്സ് ഓഫ് ഡീവിയേഷനും സൈക്കിക് ഫാഗും സൈക്കിക് ബാരിയറും ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒന്ന് വായിച്ചു നോക്കണം എല്ലാവരും. വായിച്ചു കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞോ?
നോക്കിയിടാം. നെക്സ്റ്റ് ആണ് അറ്റാച്ച്മെന്റ്. ചില കുട്ടികൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവർ പാരന്റ്സ് ആയിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. അവർക്ക് അവരില്ലാണ്ട് പാരന്റ്സ് ഇപ്പൊ മെയിൻ ആയിട്ട് അവരുടെ കെയർ ടേക്കർ ആരാണോ അവരായിട്ടായിരിക്കും കൂടുതൽ അറ്റാച്ച്. സാധാരണ രീതിയിൽ അമ്മമാരായിരിക്കും നമ്മൾ കുട്ടികളുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത്. നോർമലി എല്ലാ കാര്യം ചെയ്യാനും അവിടെ ആര് വേണം? അമ്മമാര് വേണം. അല്ലെങ്കിൽ ഈ അമ്മമാര് കുട്ടികൾക്കുള്ള ഒരു കാര്യവും സ്വയം ചെയ്യിപ്പിക്കില്ല. അവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റാച്ച് ആവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും മനഃപൂർവ്വം ചെയ്യണതല്ല. നമ്മള് അമ്മമാർ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. കാരണം അവരെ സ്വയം ആകില്ല അങ്ങനെ വരുമ്പോൾ. ചിലപ്പോൾ ഏജ്ഡ് ആയി കഴിഞ്ഞാൽ പോലും എനിക്കിപ്പോ അനുഭവത്തിലുണ്ട്. അപ്പൊ ഏജ്ഡ് ആയാൽ പോലും അവനൊറ്റയ്ക്ക് ഒരു പ്രാപ്തിയും കഴിവും എത്തില്ല ഈ അറ്റാച്ച്മെന്റ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ അറ്റാച്ച്മെന്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ഏജ് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം. നമ്മൾ മാറി നിൽക്കണം. അവർ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഞാൻ അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ അധികം അറ്റാച്ച്മെന്റ് ചെറിയ പ്രായത്തിൽ കേട്ടോ, തീരെ ചെറിയ ഒരു 2.5-3 വയസ്സ് മുതൽ 2.5 വയസ്സ് മുതൽ ഞാൻ ഏകദേശം അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവളുടെ കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഇപ്പൊ അവള് ഏകദേശം പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്, അവളുടെ കാര്യങ്ങൾ അവൾ ഏകദേശം ചെയ്യും. ഇപ്പൊ ഞാനില്ലെങ്കിൽ പോലും അവൾക്കൊന്ന് റെഡി ആവണമെന്ന് വിചാരിക്കും. ഡ്രസ്സൊക്കെ വന്നിട്ട് റെഡി ആവണമെങ്കിൽ അവള് തന്നെ കുളിക്കുകയൊക്കെ ചെയ്യും. സ്വന്തമായിട്ട് കുളിച്ച് വന്ന് തോർത്തൊക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് അവള് കറക്റ്റ് ആയിട്ട് റെഡി ആവും. മുടി മാത്രമേ ഞാനിപ്പോ സാധാരണയായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് വെച്ചാൽ മുടി ഒക്കെ കെട്ടാനാവുന്നൂടെ. സോ ഞാൻ ക്ലാസ്സിൽ പോണേക്കാളും മുമ്പായിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കും. വേറെ ഒരു കാര്യം അവൾക്ക് പോകുന്നത് വരെ ആ ബാഗ് എടുക്കണമെന്നോ അല്ലെങ്കിൽ കുപ്പി എടുത്തോണ്ട് വരണമെന്നോ ഒന്നും ചെരുപ്പ് ഇടണമെന്നോ ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട. കർച്ചീഫ് വരും. കർച്ചീഫ് അവിടെ ബോക്സിലാണ് കർച്ചീഫ് വെച്ചിരിക്കുന്നത്. ആ ബോക്സിൽ കർച്ചീഫ് എടുത്ത് ബാഗിൽ വെക്കും. അത്രയും കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും. കറക്റ്റ് ആയിട്ടൊക്കെ ഇത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. നമ്മുടെ ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവൾ ശീലിപ്പിച്ചു. ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്തു. കാരണം എപ്പോഴും നമ്മൾ ഉണ്ടാവണമെന്നില്ല. എന്ന് വെച്ചാല് ബാഡ് ആയിട്ടുള്ള തിങ്കിങ്ങല്ല ഞാൻ പറഞ്ഞത്. എന്റെ മോള് പെട്ടെന്ന് ഇപ്പൊ ഞാനൊരു ദിവസം ക്ലാസ്സിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അവള് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്ത ആയിരിക്കണം. അല്ലാതെ എപ്പോഴും ഒരാള് അവളുടെ പുറകിൽ ഇന്നത് ചെയ്യുന്നു പറഞ്ഞു പുറകെ നടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവൾ ഓൾറെഡി എന്ത് ചെയ്തു? ട്രെയിൻ ചെയ്യാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്തു. ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. ആദ്യം തന്നെ എല്ലാ ആക്ടിവിറ്റീസും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല കേട്ടോ. ആദ്യം തന്നെ ഓരോരോ ആക്ടിവിറ്റീസ് ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവൾ ട്രെയിൻഡ് ആയി. എന്നിൽ നിന്ന് അവളെ എന്ത് ചെയ്തു? കുറച്ച് നീക്കി നിർത്തി. എന്ന് വെച്ചാൽ അധികം അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അധികം കൂടുതലായിട്ട് ഞാൻ അവളെ എന്ത് ചെയ്തില്ല? ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയൊന്നും ചെയ്യില്ല. നമ്മള് പാരന്റ്സും അതേപോലെ തന്നെ ഒത്തിരി അറ്റാച്ച്മെന്റ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളായിട്ട്. കാരണം അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ അത് പാരന്റ് ചിലപ്പോൾ നമ്മൾ നോക്കും ശരിക്കും അച്ഛനെ പോലെയാണല്ലോ സ്വഭാവം അല്ലെങ്കിൽ അമ്മനെ പോലെയാണല്ലോ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ആരായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അമ്മയും അച്ഛനായിരിക്കും. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരായിരിക്കും. അപ്പൊ അവരുടെ ഒരു രീതിക്കായിരിക്കും കുട്ടികൾ വരുന്നത്. അവനും ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിലേ അവൻ ആ രീതിയിലല്ലേ വളരുന്നത്. ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്. ആ ഒരു ഡിഫറൻസോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വളർന്നു വരാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അറ്റാച്ച്മെന്റ്. It does not refers to natural love and affection between the child and parents, but refers to the situation where the parents, normally the mother, makes the child become dependent on them. കൂടുതലായിട്ട് സാധാരണയായിട്ട് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നാച്ചുറൽ ലവിന്റെ അഫെക്ഷന്റെ ഭാഗമല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. മെയിൻലി നോർമലി ആരാണ്? അമ്മമാർക്കാണ്. അമ്മമാർക്കാണ് നല്ല തല്ല് കൊടുക്കേണ്ടത്. കുട്ടികൾ ആ കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യാറായെങ്കിലും അമ്മമാർ എന്ത് ചെയ്യും? ചോറൊക്കെ ഇപ്പോഴും വാരിക്കൊടുക്കും. അവരെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പഠിക്കുന്ന പ്രായമായി 3 വയസ്സ് 3.5 വയസ്സുള്ള കുട്ടികൾ പോലും ഭക്ഷണം സ്വന്തമായിട്ട് കഴിക്കാം. അപ്പൊ നമ്മളത് വാരി കൊടുക്കുന്നത് അതൊക്കെ നമ്മളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അതൊന്നും നല്ലതല്ല. These children are very docile because they cannot resist the strong influence of adults. ഇവര് ഭയങ്കര അനുസരണ ഉള്ളവരായിരിക്കും. നല്ല അനുസരണമുള്ള കുട്ടിയാന്ന് പറയുമ്പോൾ നമ്മൾ ശരിയാണ് അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവൻ ഡീവിയേറ്റഡ് ആണ്, ഭയങ്കര അനുസരണ, ഓവർ അനുസരണയാണ് അവൻ, അപ്പൊ അവൻ ഡീവിയേറ്റഡ് ആണ്. നമ്മളെ കുട്ടികളാണ് കുറച്ച് അനുസരണക്കേടൊക്കെ കാണിക്കുക, ഒരുപാട് കാണിക്കരുത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവര് കൂടുതലായിട്ട് അഡൾട്ടിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരുടെ പാരന്റ്സ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ മദർ വിൽ നോട്ട് അലൗ ടു ഡു
allowed to be independent and overshadow these children. അവൻ അമ്മമാർ എന്ത് ചെയ്യില്ല, അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് അനുവദിക്കില്ല. ആൻഡ് ഓവർ ഷാഡോ ദീസ് ചിൽഡ്രൻസ്, എപ്പോഴും അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവൻ എന്താ ചെയ്യുന്നത്, അവൻ എന്താ ചെയ്യുന്നത്, ഭയങ്കര നിരീക്ഷണമായിരിക്കും. ഭയങ്കര ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ഒട്ടും സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ പറയാം, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടില് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഇപ്പൊ അച്ഛനും അമ്മയും ഉണ്ട്, 2 പെൺകുട്ടികളാണ്. ഞങ്ങളിപ്പോ മുമ്പേ മുതലുള്ള ശീലമുണ്ട്. ചെറുപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ 5 വയസ്സുള്ളപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എന്റെ ഓർമ്മയിലുള്ള കാര്യം ഞാൻ പറയുന്നത്, 5ാം ക്ലാസ് മുതൽ അച്ഛൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം അച്ഛൻ ക്ലീൻ ചെയ്ത് വേസ്റ്റ് മാറ്റി പാത്രം ക്ലീൻ ചെയ്ത് ആ ട്രെയിൽ വെക്കും. അപ്പൊ എനിക്കും ഹൈറ്റ് ഒക്കെ വെച്ച് ഞാനും ആ ഒരു ഏജിലേക്ക് എത്തിക്കുന്നു. 5ാം ക്ലാസ് മുതൽ ഞാനും ചെയ്തു തുടങ്ങിയിട്ട് എന്നുവെച്ചാൽ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് എന്റെ പാത്രം ഞാൻ അങ്ങനെ വെക്കും. അതേപോലെ അനിയത്തിയും അതേപോലെ തന്നെ, വീട്ടിലെല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അമ്മയ്ക്ക് അത്രയും കുറെ ജോലിയൊന്നുമില്ല. അതേപോലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു യൂണിറ്റിയോട് കൂടിയാണ് വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നത്. ഞായറാഴ്ച ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ വരുന്നത്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത്തിരി ഇതേപോലത്തെ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം അമ്മയുടെ വീട്ടിൽ പോയി നിന്നു. അമ്മയുടെ വീട്ടില് അവരുടെ മരുപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ കുറച്ചൊരു മാസത്തോളം അവിടെ പോയി നിന്നിട്ട് വന്നപ്പോ ഞാൻ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാഷ് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. എനിക്കിപ്പോ കൊച്ചുണ്ട്, ചെറുതാണ്, മോള് ചെറുതാണ്, തീരെ ചെറുത്. എന്ന് വെച്ചാൽ ഒരു 67 70 ദിവസമൊക്കെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം അമ്മ വന്നു കഴിഞ്ഞപ്പോ ഇതേപോലെ മാഷ് കഴുകി വെക്കുന്നത് കണ്ടു. അപ്പൊ അമ്മയ്ക്ക് അങ്ങോട്ട് വിഷമമായി. എന്റെ മോൻ ഇതുവരെയും മോൻ ഇതുവരെയും പാത്രമൊന്നും കഴുകിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസം പോയപ്പോഴേക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞവർക്ക് ഭയങ്കരമായിട്ട് നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ പറഞ്ഞു. പക്ഷെ എനിക്കത് നോർമലായിട്ടാ തോന്നിയത്. ഞാൻ മാഷ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് നോർമൽ ആയിട്ടാ തോന്നിയത്. പക്ഷെ എന്താണ്, ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താൻ താല്പര്യമില്ലാത്ത അമ്മമാരാണ്. ഞാൻ കുറെയൊക്കെ പറഞ്ഞ് മാഷിനെ കുറെ മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയും, മാഷ് ഭയങ്കര ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളുടെ കുഞ്ഞുങ്ങളിലെ നമ്മൾ ഈ കാര്യങ്ങൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാരന്റ്സിന് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നോളൂ. നമ്മളെ മക്കളെ ഒരിക്കലും അതേപോലെ ആക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ തമാശക്ക് പറയും, മോൻ വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ മോൻ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവന് കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവൻ കഴിച്ച പാത്രം കഴുകി വെക്കാൻ പഠിപ്പിക്കും. അതേപോലെ തന്നെ അവന്റെ ഇന്നേഴ്സ് അവനെ കൊണ്ട് തന്നെ ഞാൻ കഴിപ്പിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചുമ്മാ തമാശ രീതി പറഞ്ഞു. അത് അവർക്ക് ഭയങ്കര ഫീലായി. ആൺകുട്ടിയല്ലേ, അവരങ്ങനെ ചെയ്യാവോ, നമ്മള് പെണ്ണുങ്ങളല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. എനിക്ക് അങ്ങനത്തെ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ഞാൻ എന്റെ വീട്ടിൽ അത് കണ്ടു വളർന്നു വന്നിട്ടില്ല. എന്റെ വീട്ടില് അച്ഛന്റെ ഡ്രസ്സ്, ഷർട്ടും മുണ്ടൊക്കെ അച്ഛൻ തന്നെ കഴുകുന്നത്. അച്ഛന് അത് ശീലാണ്. അച്ഛൻ മുമ്പ് പുറത്തായിരുന്നു. അപ്പൊ അച്ഛന് അന്ന് മുതലേ, കല്യാണത്തിന് മുമ്പേ അച്ഛൻ പുറത്തായിരുന്നു. അപ്പൊ അന്ന് മുതൽ അച്ഛൻ ശീലിച്ച ശീലമാണ് അച്ഛൻ ഫോളോ ചെയ്തത്. അപ്പൊ ഞാൻ അത് കണ്ടുവന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് കുറെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കും ഇവിടെ ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കുറെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ആള് ഇപ്പൊ നോർമലൈസ്ഡ് ചൈൽഡ് പോലെ ആയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ടിവിയായിരുന്നു, അത് ഞാൻ മാറ്റി നോർമലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5-6 വർഷത്തെ എന്റെ എഫേർട്ട് കൊണ്ട് ഞാൻ നോർമലൈസ്ഡ് ആക്കി. പക്ഷെ ഞാൻ ഇവിടെ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ ചില അമ്മമാര് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആവാനായിട്ട്, കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് അലൗ ചെയ്യില്ല. അവരെപ്പോഴും ഈ കുട്ടികളെ ഓവർഷാഡോ ചെയ്യും. ചെറുപ്പത്തിൽ ആ ശീലം അങ്ങോട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ ഇത്രയും അമ്മമാരുണ്ട്, നമ്മൾ ഭൂരിഭാഗം പേരും അമ്മമാരായിരിക്കും, അല്ലെങ്കിൽ ഇനി അമ്മമാരാവാൻ പോകുന്നവരായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, കുട്ടികൾ അവരുടെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ 3 years എത്തിക്കഴിഞ്ഞാൽ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മൾ അവരെ ഇൻഡിപെൻഡന്റ് ആക്കും. ഓക്കെ, അവർ അധികം ഓവർഷാഡോ ഒന്നും ചെയ്യേണ്ട, ആ ഒരു ഇതില് വളർന്നോട്ടെ. ദ പാരന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ദെയർ പേഴ്സണാലിറ്റി ഫോർ ദ ചിൽഡ്രൻസ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മുടെ പാരന്റിന്റെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യും, അടിച്ചേൽപ്പിക്കാനായിട്ട് തുടങ്ങും. ദിസ് ചൈൽഡ് കോൾസ് ഫോർ അറ്റൻഷൻ. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുക, ഈ കുട്ടികളെ അറ്റൻഷൻ കിട്ടും എന്ന് എപ്പോഴും ആഗ്രഹിക്കും. എപ്പോഴും എല്ലാ കാര്യങ്ങളും, ഇപ്പോഴല്ലേ പ്രശ്നം, ചെറുതായി കഴിഞ്ഞ് കുറച്ച് മുതിർന്ന് കഴിയുമ്പോൾ അവൻ എപ്പോഴും അമ്മയുടെ സഹായം വേണം. ഷൂലേസ് കിട്ടാൻ അമ്മ വേണം, ബാഗ് ഇട്ട് കൊടുക്കാൻ അമ്മ വേണം, എല്ലാ കാര്യങ്ങളും. നീ ഇത്രയും വലുതായില്ലേടാ, നീ ഒറ്റയ്ക്ക് ചെയ്യാറായില്ലേ എന്ന് നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ ചോദിക്കുന്നതാണോ? ചെറുപ്പത്തിലെ അവനിത് ശീലിപ്പിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുന്നതാണ് നല്ലത്. എന്റെ അഭിപ്രായത്തിൽ ചെറുപ്പത്തിലെ അത് ശീലിപ്പിക്കുന്നത് നല്ലത്.
കാരണം വലുതായിട്ട് നമ്മളത് മാറ്റിയെടുക്കണേക്കാൾ നല്ലത് ചെറുപ്പത്തിലാവുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോ കുട്ടികൾക്ക് ഓൾറെഡി എന്ത് കിട്ടുന്നില്ല, ഫ്രീഡം കിട്ടുന്നില്ല, ഒരു കാര്യം അവരുടെ വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് ഓരോ കാര്യങ്ങൾ ഫ്രീലി ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അലോ ചെയ്യണം. അവന് ഇഷ്ടമുള്ള ടേബിളിൽ പോയിരിക്കാനും അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനും നമ്മൾ ഫ്രീഡം കൊടുക്കണം. കാരണം അവന് വീട്ടിലെ ഫ്രീഡം കിട്ടുന്നില്ലേ, അപ്പൊ ഇവിടെ എങ്കിലും ചെയ്തോട്ടെ. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റിയൽ ലൈഫ് മെറ്റീരിയൽസ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, റിയൽ ലൈഫ് മെറ്റീരിയൽസ് ആയിട്ട് എന്താണ് അത്യാവശ്യം റിലേറ്റഡ് ആണ്. അപ്പോ അവർ പ്രാക്ടിക്കൽ ഏരിയാസിൽ ചെയ്യുന്ന കാര്യങ്ങൾ മിക്കതും ഇത് നമ്മൾ മോണ്ടിസോറി ഇമേജസ് ക്ലാസ് റൂമിന്റെ ഇമേജസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഒരു ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്, അത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഇമേജസ് അല്ലെങ്കിൽ ആ കാര്യങ്ങളെ അങ്ങനത്തെ ടൈപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികളെ കൊണ്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുക, അത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കുക കുട്ടികൾക്ക്, കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, പ്രാക്ടിക്കലി നമ്മൾ അവരെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സ് ഷുഡ് ഗ്രാൻഡ് ഫ്രീഡം ഫോർ ദീസ് കൈൻഡ് ഓഫ് ചിൽഡ്രൻസ്. ഇങ്ങനത്തെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, ഫ്രീഡം കൊടുക്കാം. ഓരോ കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീഡംസ് കൊടുക്കാം. ദീസ് ഷുഡ് നോട്ട് സെർവ് ദ ചിൽഡ്രൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ സെർവ് ചെയ്യാനായിട്ട് നിൽക്കണ്ട, നമ്മൾ ആ ഫ്രീഡം കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഗിവ് ദ ചിൽഡ്രൻസ് ഓൾ ദ ഫ്രീഡം ദേ റിക്വയർ. അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുക. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് മൂവ് ആവില്ല. സോ അവർക്ക് കൂടുതലായിട്ട് അങ്ങനത്തെ കുട്ടികൾക്ക്, നമുക്ക് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറെ പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഓക്കെയാണ്. കാരണം അവർ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ഗ്ലാസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് വെക്കണം, അതേപോലെ ഭൂരിഭാഗം കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വ്യക്തമായി ധാരണയുണ്ടാവും. അപ്പൊ അത് അവര് റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ അവർ ഇത് തന്നെയാണ് കാണുന്നത്. നമ്മളവിടെ ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ അവർ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവർ റിയൽ വേൾഡിലേക്ക് വരുമ്പോഴും ഇത് തന്നെ കാണണം. അപ്പൊ അവർക്ക് ഡിഫറൻസ് തോന്നുന്നില്ല. അവർ ആദ്യമൊക്കെ അത് ചെയ്തു തുടങ്ങും. അപ്പൊ അമ്മമാരെ ചീത്ത പറയും, വീണ്ടും അവർ അതന്നെ ചെയ്യും. ശീലിച്ചു കഴിഞ്ഞാൽ എന്നാൽ ചുട്ടയില് ചുടല വരെ, പിന്നെ ശീലിച്ചു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അമ്മമാർക്കായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറെ നാൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ അവരത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട്, അവരുടെ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് തുടങ്ങും. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് പൊസസീവ്നെസ്. എന്താണ് പൊസസീവ്നെസ്? ശരിയാണ്, ചില കുട്ടികൾ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യും. അവന് ഇഷ്ടമുള്ള ടോയ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് സാധാരണയാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ പേടി അമ്മമാർക്കല്ലേ, അച്ഛന്മാർക്ക് പേടി, എന്ത് ഇവൻ ചോദിക്കണേ, എന്ത് ടോയ് ആയിരിക്കും ചോദിക്കണേ എന്ന് വിചാരിക്കും. അപ്പൊ ഭയങ്കര വാശിക്കാരായിരിക്കും ഇങ്ങനത്തെ കുട്ടികൾ. സ്ട്രോങ് ചിൽഡ്രൻസ് വെരി ഡിമാൻഡിങ്. അവർ ആ പറഞ്ഞ കാര്യം അത് വേണം, ഉറപ്പായിട്ടും വേണം എന്ന് പറയും. അത് കിട്ടിക്കഴിഞ്ഞാലോ അതെടുത്ത് അത് വേണ്ട, പിന്നെ അതിന്റെ ആവശ്യമില്ല, അത് വാങ്ങിച്ചു കിട്ടിയാലോ അതൊക്കെ പിന്നെ വേണ്ട. The childrens demand all the object toys, but when he get them, he discard them. അപ്പൊ അവനത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കും. This is the one of the lack of stimuli or love. അത് മിക്കവാറും ആ ലാക്ക് ഓഫ് സ്റ്റിമുലൈ, അവൻ ആ ഇതില്ല, അത് വേണമെന്ന് ശരിക്കും ആഗ്രഹമില്ല, അല്ലെങ്കിൽ അതിനവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. When the children become an adult, he is probably materialistic. അപ്പൊ അദ്ദേഹം ഇതേപോലെയാണ്, വലുതായി കഴിഞ്ഞാലും അവൻ കുറെ ഇങ്ങനെ തന്നെ ആകും. അവൻ എങ്ങനെയും ആ ഒരു രീതിയിൽ ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലവര്, ഇപ്പൊ ചില പിള്ളേര് അഡൾട്ടുകളെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അവൻ എന്ത് വാശിയിലാണ് ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ചത്, അങ്ങനെയൊക്കെ പറയില്ലേ, എന്ത് മാർഗത്തിലൂടെയും ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എന്ത് മാർഗത്തിലൂടെയും ആ ജോബ് പൊസിഷനിൽ എത്തണം, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതൊക്കെ ഇതേപോലത്തെ കുട്ടികളാണ്, ചെറുപ്പത്തിലെ പൊസസീവ് ആയിട്ടുള്ള കുട്ടികളാണ് വലുതാവുമ്പോഴും ഇതേ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേ ചെയ്യുന്നത്. അപ്പൊ ദ ടീച്ചേഴ്സ് മസ്റ്റ് ബി ലവിങ് ആൻഡ് കെയറിങ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൊസസീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്നേഹത്തോടെയും കെയറിങ്ങിലൂടെയും അവരെ മാറ്റിയെടുക്കാനായിട്ട് നോക്കണം. ഷീ മസ്റ്റ് പ്രൊവൈഡ് warm with and practice her love to all the children. നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ കുട്ടികളെ നല്ല രീതിയിൽ സ്നേഹിച്ച് അവരെ സ്നേഹം കൊണ്ട് കീഴടക്കണം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യട്ടെ.
The teachers must direct the children's energy towards the materials in the classroom. നമ്മളുടെ കൂടുതലായിട്ട് ടീച്ചേഴ്സ് ചെയ്യേണ്ടത് കുട്ടികളെ നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരോട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണം. When the children start working with materials, അവൻ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ his concentration enhance, അവന്റെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും കൂടും. And gradually this builds the children's self-confidence, and in time this deviation will be appears. അങ്ങനെ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യും, അവന് സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. കറക്റ്റ് ടൈമിൽ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പൊസസീവ്നെസ് എന്ന് പറയുന്ന ഡീവിയേഷൻ എന്ത് ചെയ്യും, ടൈം കഴിയുമ്പോൾ ഡിസപ്പിയർ ആവും, മാഞ്ഞു പോകും. The children imitates the adult. പിന്നെ ഒരു കാര്യമുണ്ട്, മുതിർന്നവരെയാണ് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മളത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഒരിക്കലും തല്ല് പിടിക്കരുത്, വാശി കാണിക്കരുത്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യരുത്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. ചില കുഞ്ഞു കുട്ടികൾ പോലും ഇപ്പൊ ബാഡ് വേർഡ്സ് 2ാം ക്ലാസ്സിലേക്ക് 3ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ഫാമിലി കേൾക്കുന്നതായിരിക്കും, ചിലപ്പോൾ അവർ ഫ്രണ്ട്സിന്റെ ഫാമിലിയിലായിരിക്കും ആ ഒരു എഫക്ട് വന്ന ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ കുട്ടി നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോകുന്ന നല്ല കൾച്ചറുള്ള കുട്ടികൾ പോലും ഈ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മളത് അങ്ങനെ അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കുറച്ച് എന്ത് ചെയ്യാം, ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ചില ആൺകുട്ടികൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പാരന്റ്സിനെ, അല്ലെങ്കിൽ ഫാദറിന് ഭയങ്കര ഇഷ്ടമെന്ന് വിചാരിക്കും, ഭയങ്കര ഫാദർ സെൻട്രിക് ആണെന്ന് വിചാരിക്കും, അച്ഛനെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഈ അച്ഛന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അമ്മനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കും, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അമ്മനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ഭയങ്കര മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പൊ ഈ കുട്ടിയുടെ ചെറുപ്പത്തിലെ അത് മനസ്സിൽ സ്റ്റോർ ചെയ്തു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ എടുത്തിട്ട് തരണം, അടിക്കണം, ഇടിക്കണം എന്ന് ഈ കുഞ്ഞു മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കണം. അവൻ വലുതായി വലിയൊരു ആളായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് ഇവനും കല്യാണം കഴിച്ചു, ആ ഭാര്യനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. ഇതേപോലെ ഇവന്റെ അച്ഛനും അമ്മനോട് എങ്ങനെയാണോ പെരുമാറിയത് അന്ന് കുഞ്ഞു മനസ്സിൽ സ്റ്റോർ ചെയ്ത്, അതേപോലെ തന്നെ ഇവനും പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴത്തെ പെൺപിള്ളേരാണെങ്കിൽ നിൽക്കൂല, നല്ല കൊടുത്തിട്ട് തിരിച്ചു പോകും. ഏതാണ് ആ സിനിമ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ഇടിയും കൊടുത്തിട്ട് ഡിവോഴ്സ് ചെയ്ത് പോണേ. അതെ അതെ, ഇപ്പോഴത്തെ പിള്ളേര് വെറുതെ നോക്കിയൊന്നും ഇരിക്കൂല, തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ അവരുടെ ഈ അഡൾട്ട് ഭയങ്കര എന്താണ്, ചിൽഡ്രൻസ് ഇമിറ്റേറ്റ് ചെയ്യും. ആ കുഞ്ഞു മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അവന്റെ പാരന്റ്സിന്റെ ബിഹേവിയർ ആണ്. സോ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതേപോലെ അച്ഛൻ ഇപ്പൊ സീരിയൽ കില്ലർ ആണ്. ഞാനൊരു സ്റ്റോറി വായിച്ചില്ലെങ്കിൽ, സ്റ്റോറി വായിച്ചതല്ല, ഫിലിം കണ്ടതാണ്, ഞാൻ ഷെയർ ചെയ്യാം. ഈ കുട്ടി ഒരു പോലീസ് ഓഫീസർ, അവിടെ പോലീസ് ഓഫീസർ ഒരു റേപ്പ് കേസ് അന്വേഷിച്ചു. അപ്പൊ അതിലെ പ്രതികള് ഒരു 4 പേരുണ്ടായിരുന്നു. പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷെ പ്രതികൾ നല്ല ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട്, കാശൊക്കെ കുറെ എറിഞ്ഞ് അവരെന്ത് ചെയ്തു, ആ ഒരു കേസിൽ നിന്ന് നിസ്സാരം സിമ്പിൾ ആയിട്ട് അത് ഊരിപ്പോന്നു. അത് കഴിഞ്ഞ് ഈ പോലീസുകാരനെ അത് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഈ പോലീസുകാരൻ വെറുതെ ഇരിക്കല ചെയ്തത്, ഈ 4 പേരെയും മാർക്ക് ചെയ്തു, മർഡർ ചെയ്തു. മർഡർ ചെയ്തു. എന്നിട്ട് സാധാരണ നോർമൽ ലൈഫ് അദ്ദേഹം എന്ത് ചെയ്തു, റൺ ചെയ്തു. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഈ കുട്ടിയുടെ 10 വയസ്സുള്ള ഒരു മോന് നല്ല കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു. അപ്പൊ വലുതായി കഴിഞ്ഞപ്പോ ഇവൻ ഈ അച്ഛനിൽ നിന്ന് ഇൻസ്പയർഡ് ആയി. അവന് മറ്റുള്ളവരെ കൊലപാതകം ചെയ്യാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയി. പിന്നെ വന്നത് ഒരു സൈക്കിക് കില്ലർ ആയിട്ട് ഈ കുഞ്ഞു കൊച്ച് 10 വയസ്സുള്ള കുട്ടി വലുതായപ്പോ ഒരു സൈക്കിക് കില്ലർ ആയിട്ട് മാറി. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ അച്ഛന് മനസ്സിലായത് ഇവൻ എന്തുകൊണ്ടാണ് സൈക്കിക് കില്ലർ ആയി എന്ന്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മകൻ സൈക്കിക് കില്ലർ ആയല്ലോ, അപ്പൊ അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു, ഷൂട്ട് ചെയ്തു മരിക്കുകയും ചെയ്തു. പിന്നെ അയാളെ ആരാണ് സൈക്കിക് കില്ലറിനെ പോലീസ് പിടിക്കുന്നതായിട്ടാണ് ആ കഥ വന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചത്, ആ ഫിലിം കണ്ടപ്പോ എനിക്ക് തോന്നിയത്, എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ വന്നത്? കാരണം തീരെ ചെറുപ്പത്തിലെ അവന് അത് ഇൻസ്പയർഡ് ആയി. അവന്റെ അച്ഛനത് ചെയ്തത് ശരിയാണ്. അപ്പൊ അവനും അതേപോലെ തന്നെ ഭൂമിയിലുള്ള എല്ലാ മോശപ്പെട്ട ആൾക്കാരെയും കൊല്ലാനും അവനും ഇറങ്ങി തിരിച്ചു. നമുക്ക് മനുഷ്യന്മാർക്ക് ആർക്കും അതിനുള്ള പവർ ഇല്ല. മറ്റുള്ളവരുടെ ജീവൻ, ഭൂമിയിലേക്ക് വന്ന ഒരു ജീവനെ നശിപ്പിക്കാനുള്ള പവറോ അല്ലെങ്കിൽ റൈറ്റ്സോ നമുക്ക് ആർക്കും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കണ്ടു. ഇന്ന് രാവിലെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു, ന്യൂസ് കണ്ടോ? ഇന്ന് രാവിലത്തെ മോർണിംഗ് ന്യൂസ് കണ്ടോ? ന്യൂസ് ഒന്നും കാണുന്ന ടൈപ്പല്ല. ഓക്കെ,
എന്നാലും ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് പോയി നോക്കണം. ഇല്ല ഇല്ല 2 വയസ്സ് കുഞ്ഞുറങ്ങി കിടന്നിട്ട് കൊച്ച് അത് ആ ന്യൂസ് കണ്ടായിരുന്നു. ന്യൂസില് ഞാനും കണ്ടു. ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടി റെഡി ആവായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് 5 മിനിറ്റ് നിന്ന് എന്താന്ന് കുഞ്ഞു കുട്ടിയാന്ന് പറഞ്ഞു, 2 വയസ്സുള്ള കുട്ടിയാന്ന് പറഞ്ഞു. ഒരിക്കലും ഒരാൾക്കും ആ 2 വയസ്സുള്ള കുട്ടീനെ കൊലപാതകം ചെയ്യണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നു? നമ്മുടെയൊക്കെ എനിക്ക് അവർക്ക് നല്ല വിഷമം. കാരണം എന്താണ്, തീരെ ചെറിയ കൊച്ചു, നമുക്ക് കാണുമ്പോൾ വാത്സല്യം തോന്നുന്ന കുട്ടികളാണ്. ആ കുട്ടീനെ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടെ കറക്റ്റായിട്ട്, ഞാൻ കണ്ടാണ് അമ്മാവനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്തോ കൊലപാതകമാണെന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ന്യൂസിൽ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കാം. ദ ചിൽഡ്രൻസ് ഇമിറ്റേറ്റ് ദ അഡൾട്ട്. നമ്മള് കുട്ടികൾ അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ചില ആക്ഷൻസും രീതികളൊക്കെ നമ്മുടെ മക്കളും അതേപോലെ തന്നെ ചെയ്യും. ഇഫ് ദ അഡൾട്ട് ഈസ് വെരി authoritative person, the child wants to be powerful too. അപ്പൊ ഭയങ്കര അതോറിറ്റീവ്, ഭയങ്കര റൈറ്റ്സ് ഒക്കെ ഉള്ള, ഭയങ്കര വാശിക്കാരനായിട്ടുള്ള അഡൾട്ട് ആണെങ്കിൽ കുട്ടിയും അതേപോലെ തന്നെ ആവും. The child will involve a strong personality and would mostly probably be copying. The personality of the adult might be stubborn, aggressive, unreasonable, and possibly rude. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അഡൾട്ടിന്റെ. ഭയങ്കര സ്റ്റബേൺ ആണ്, ഭയങ്കര എന്താണ്, പിടിവാശിക്കാരാണ്, അഗ്രസീവ് ആണ്, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ആളാണ്, അൺറീസണബിളി ആൻഡ് പോസിബിളി റൂഡ്, ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നതാണെങ്കിൽ കുട്ടി ഇതേപോലത്തെ ക്യാരക്ടറിലേക്കാണ് വരുന്നത്. അവൻ കാണുന്നതും ഇതേപോലെയാണ്, അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം സുരാജിന്റെ ഒരു ഡയലോഗാണ്, ജസ്റ്റ് ഞാൻ പറയാണ്, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ, ഓക്കെ ദിവ്യ മോൻ ലീവ് ചെയ്യുകയാണെങ്കിൽ പൊക്കോ, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ അതിനർത്ഥം എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നാണ്. അവിടെ പറയുന്നത് എന്താണ്, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം വരുന്നത്. എനിക്ക് എന്റെ ആ ഒരു ഡയലോഗ് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചായി, ഹാർഡിലത് ടച്ചായി. ശരിയാണ്, നമുക്ക് സ്നേഹം കിട്ടാത്തവർക്ക് നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നമുക്ക് ഇതേപോലത്തെ ഒരു രീതിയിലാണ് നമ്മളോട് പ്രതികരിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് സ്നേഹം കുട്ടികളാവുമ്പോൾ നമ്മൾ തിരിച്ച് നല്ല രീതിയിൽ സ്നേഹിച്ചാൽ മാത്രമേ അവർ നമ്മളെ സ്നേഹിക്കുള്ളൂ, അവരെ യങ്ങർ വൺസിനെ സ്നേഹിക്കുള്ളൂ, ഇനി വരാൻ പോകുന്ന തലമുറയെ സ്നേഹിക്കുള്ളൂ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അവർ ഒരുപാട് റോഡായിട്ടോ അല്ലെങ്കിൽ നല്ല ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. The weak children would be make the adult feel guilty and manipulate the adult with their stucking sign, the word I am only the little, don't make me to do it. അപ്പൊ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ശരി, അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ എന്ത് പറയും, ഞാൻ ചെറിയ കൊച്ചല്ലേ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് അവരെന്ത് ചെയ്യാം, ഇല്ല നിങ്ങൾ തന്നെ ചെയ്യണം, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുക. അഡൾട്ട്സ് അത് പറഞ്ഞു കൊടുത്ത് അവനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് എത്തണം. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോ ഈ കുട്ടികൾ, ഈ പോസസീവ് ആയിട്ടുള്ള കുട്ടികളെയും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും അവരെന്ത് ചെയ്യുക, കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല ക്യാരക്ടറായിട്ട് ഡെവലപ്പ് ചെയ്യുകയും വേണം. ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അവരെന്ത് ചെയ്യുക, ടീം വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ചിലവർക്ക് ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് ആണ്. അപ്പൊ നമ്മൾ വലിയ ആൾക്കാരെ പറയും, നീ ഭയങ്കര ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ആണ് എന്ന് പറയും. നമ്മൾ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മറ്റു കുട്ടികളുടെ ഫീലിങ്സിനെ കൂടി റെസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഈ മെറ്റീരിയൽസ് ഒക്കെ അവർ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിക്കും. പിന്നെ അവന് മനസ്സിലാവും ഇത് ഇവിടത്തെയാണ്, നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ റൈറ്റ്സ് ഉണ്ട്, ഒരേപോലെ തന്നെ ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ചിൽഡ്രൻസ് ആർ വെരി സെൻസിറ്റീവ്. ഇങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. When the adult consider the child with contempt and the child may feel like a failure. അപ്പോ ഇവന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ശാസ്ത്രജ്ഞൊക്കെ ചെയ്യുമ്പോൾ അവൻ വിചാരിക്കണം ഞാൻ ഫെയിലിയർ ആയിട്ട് തോറ്റുപോയി. In the time develop low self-esteem and poor self-confidence and they hurt by the way the adult treat them. നിനക്കൂടെ ഒന്നിനും കൊടുക്കില്ല, നിനക്കൂടെ ഒരു കാര്യം ചെയ്യാനാണോ, പഠിക്കുകയുമില്ല, കളിക്കുകയുമില്ല, ഒരു ആക്ടിവിറ്റിക്ക് നിന്നെക്കൊണ്ട് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അഡൾട്ട് എപ്പോഴും പറയുകയാണെങ്കിൽ അവനും ചിന്തിച്ചു തുടങ്ങും, എനിക്കും ഒന്നിനുള്ള കഴിവൊന്നുമില്ല,
പക്ഷെ അവന്റെ കഴിവ് അവന്റെ മനസ്സിലുണ്ടാവും. അവന് എന്താണോ ഇഷ്ടമെന്ന് കണ്ടെത്തി ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ അവനെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. The teacher must plan for the developmentary activity for the children. The aim of each activity must be attainable. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഡെവലപ്മെന്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്യണം. ഇങ്ങനത്തെ കുട്ടികളെ അറ്റൈൻ ചെയ്യണം. നമ്മൾ വലിയ സ്റ്റാൻഡേർഡ് ഒന്നും വെക്കണ്ട, അവൻ ചെയ്യുന്നത് തെറ്റായിരിക്കും, കുഴപ്പമില്ല, ചെറിയ ചെറിയ സ്റ്റാൻഡേർഡുകൾ വെച്ച്. ഇപ്പൊ ഒരു ജസ്റ്റ് ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടി ഞാൻ അക്കാഡമിക് മാർക്ക് പറയാണ്. ക്ലാസ്സില് ഭയങ്കര വീക്ക് ആയിട്ടുള്ള കുട്ടിയാണ്. 9 ഈ പ്രാവശ്യം എക്സാമിൽ 9 കിട്ടിയിട്ടുള്ളൂ, 9 മാർക്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇവന്റെ അമ്മ എന്ത് ചെയ്തു, അമ്മനോട് പറഞ്ഞു ഫെയിൽ ആണ് കേട്ടോ, 50 ഔട്ട് ഓഫ് 9 ആണ്. അമ്മ പറഞ്ഞു എടാ കുഴപ്പമൊന്നുമില്ല നീ ചെയ്തത്, നീ ഒന്ന് ചെയ്ത് നോക്കി, ഒന്ന് 9 ഒന്ന് എത്തിക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് എക്സാമിന്, ഒരു 80 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ, നീ 80 മാർക്ക് വാങ്ങിച്ചാൽ മതി, അമ്മയ്ക്ക് അത്ര ഉള്ളൂടാന്ന് പറയും. അപ്പൊ അവൻ അവന്റെ എഫേർട്ട് എടുത്തിട്ട് അവൻ എന്ത് ചെയ്യും, മാക്സിമം 18 മാർക്കിനോട് എടുത്ത് വാങ്ങിക്കാനായിട്ട് നോക്കും. ദെൻ അവന് 80 മാർക്ക് ഒരു 90 മാർക്ക് കിട്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ് അടുത്ത എക്സാം വരുമ്പോ നിനക്ക് 90 മാർക്ക് കിട്ടിയില്ലേ, നെക്സ്റ്റ് എക്സാമിൽ നീ 25 മാർക്ക് വാങ്ങിക്കണം, അന്ന് അമ്മയ്ക്ക് സന്തോഷമാവോടാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, 25 മാർക്ക് വാങ്ങിക്കാനായിട്ട് അവന് ഇഷ്ടമാവും. അപ്പൊ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാനൊക്കെ ചെയ്യുകയാണെങ്കിൽ മിഠായികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അവന് ഭയങ്കര എഫേർട്ട് ഉണ്ടാവും. അവന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് 25 മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാം വരുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്സ് ആയിട്ട് സ്റ്റാൻഡേർഡ്സ് പതുക്കെ 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 നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി കൂട്ടി കൊണ്ടുവരണം. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് ഷുഡ് നോട്ട് ബി എവിടെ പറഞ്ഞത്, okay. The teacher must plan for developmentary activity for the children. The aim of each activity must be attainable. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ അവന് കൊടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഷുഡ് നോട്ട് ബി സെറ്റ് ടു ഹൈ, ഒരുപാട് ഹൈലി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യരുത്. അവനെ കൊണ്ട് പറ്റും എന്നുള്ള സ്റ്റാൻഡേർഡ്സ് മാത്രം അവൻ എന്ത് ഫിക്സ് ചെയ്യാം. ടീച്ചർ ഷുഡ് റെസ്പെക്ട് ദ വർക്ക് ഓഫ് ദ ചിൽഡ്രൻസ്. ആ ടീച്ചർ എന്ത് വർക്ക് ചെയ്താലും അതിപ്പോ ഫെയിലിയർ ആണോ സക്സസ് ആണോ നോക്കണ്ട, ടീച്ചേഴ്സ് ആണ് നമ്മൾ അവരുടെ വർക്ക് എന്ത് ചെയ്യാൻ റെസ്പെക്ട് ചെയ്യാം. ഇഫ് ദ ചൈൽഡ് ഗെറ്റ് ഇറ്റ് റോങ് ഷോ ഹിം ഹൗ ടു ബി അക്കോംപ്ലിഷ്ഡ്. ഇനി അവന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും എന്ന് അവന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് 12 o'clock വരെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ 5 minutes ബ്രേക്ക് തരും. അപ്പൊ ബ്രേക്ക് തരുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് വന്നിരിക്കാം. അതേപോലെ ഈ ഒരു പോർഷൻ ഒന്ന് റീഡ് ചെയ്തിട്ട് ഇരിക്കണം. ആരും പോകരുത്, പോർഷൻ എക്സാം വരാണ്. എക്സാം വരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ക്ലാസ് കുറച്ച് ഒരു അരമണിക്കൂർ കൂടി നിങ്ങളുടെയും കൂടി ഫേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ എന്തായാലും അത് പോകരുത്, ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റീഫ്രഷ് ആയിട്ട് വന്ന് ഇരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ഞാനിപ്പോ ഓക്കെ ദിവ്യ, അപ്പൊ ഒന്ന് റിഫ്രഷ് ആയിക്കോട്ടെ, 5 minute 11:35 ആവുമ്പോഴേക്കും ജോയിൻ ചെയ്യണം എല്ലാവരും. ടീച്ചറെ എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താണ് ദിവ്യ? ഞാന് പെരതാമസ വീട്ടിലാണ് ടീച്ചർ.
ടീച്ചറെ ടീച്ചർ ടീച്ചറെ
നമുക്കൊരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു 30 അബോ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരോട് വരാനായിട്ട് 38 ആകുമ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ്സിലേക്ക് വരാം. ഇനി നമ്മൾ നോക്കുന്നത് ഫിയർ ആണ് കേട്ടോ. ഫിയർ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും. നമുക്ക് അഡൾട്ട്സിനെ ഭയങ്കര പേടിയായിരിക്കും. ദ അഡൾട്ട്സ് മേ പാസ് ദ ഫിയർ ഓർ ഫോബിയ ടു ദ ചിൽഡ്രൻ. അത് അഡൾട്ടിന് പേടിയായിരിക്കും. അതേപോലെ തന്നെ അഡൾട്ട് ചില ഭയങ്ങൾ കുട്ടികളിലേക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അവർ പറയുന്ന ഇമാജിനേഷൻ സ്റ്റോറീസിലോ ഭൂതം അങ്ങനെയൊക്കെ പറഞ്ഞ് ഫിയർ എന്ത് ചെയ്യും, കുട്ടികളിലേക്ക് പേടി പാസ് ചെയ്യും. അത് ചിലപ്പോൾ അത് കുറെ നാളത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻജൂറിയസോ ഹാംഫുള്ളോ അല്ല, പക്ഷെ എന്നാലും കുട്ടികൾക്ക് അതൊരു പേടി അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് വെളിച്ചപ്പാടിനെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. വെളിച്ചപ്പാട് അതെ ഭയങ്കര പേടിയാണ്. കാരണം എന്റെ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാണ്. അപ്പൊ അവർക്ക് അവിടെ പറയുമ്പോ ഈ വെളിച്ചപ്പാട് എന്നൊക്കെ പറയുമ്പോ അവിടെ ഭരണിയുണ്ട്. ഭരണിക്ക് വരുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ദേവി കയറും അങ്ങനെയൊക്കെ പറയുമ്പോ തലയിൽ ഇങ്ങനെ അവർ വാളൊക്കെ വെച്ച് ഇങ്ങനെ വെട്ടും. അപ്പൊ ചോരയ്ക്ക് ഇങ്ങനെ തെറിക്കും. അപ്പൊ എനിക്ക് എന്താണ് ചെറുപ്പം മുതലേ വെളിച്ചപ്പാടിനെ കാണുന്നത് പേടിയാണ്. ഞാൻ ഇതുവരെ ഭരണിയുടെ സമയത്തൊന്നും ആ ഭാഗത്തേക്ക് പോയില്ല. സാധാരണ ആണോ കൊടുങ്ങല്ലൂരാണ്? ഓക്കെ, അപ്പൊ സാധാരണ ഇത് എന്താ പറയാ, സാധാരണ വെളിച്ചപ്പാടുണ്ടാവും അല്ലെ, സാധാരണ അമ്പലത്തിലുള്ള വെളിച്ചപ്പാട് പോലും കാണുന്ന എനിക്ക് പേടിയായിരുന്നു. ഒരു ഏജ് വരെയും ഒരു പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് തോന്നുന്നു +2 വരെ എനിക്ക് വെളിച്ചപ്പാടിനെ കാണുന്നതേ പേടിയായിരുന്നു. എനിക്കറിയാം അതങ്ങനെ എല്ലാതൊരു റിച്വലിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതിനൊക്കെ എനിക്ക് ഇപ്പൊ മനസ്സിലാവും. പക്ഷെ അന്ന് കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര മനസ്സിൽ അമ്പലത്തിൽ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി ഞാനത് കണ്ട് പേടിച്ചതായി. വെളിച്ചപ്പാടാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അല്ലാതെ തെയ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കഥകളി അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടില്ല. പക്ഷെ വെളിച്ചപ്പാടിനെ കാണുന്ന ഭയങ്കര പേടിയാണ്. സ്വപ്നത്തിൽ എപ്പോഴും കാണുകയൊക്കെ ചെയ്യും. അപ്പൊ ഭയങ്കര പേടിയാണ്. അത് ഫോബിയ പോലെ. അത് വീട്ടിൽ പറഞ്ഞു തരുന്ന കഥകളിൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹാർംഫുള്ളോ ഇൻജൂറിയസോ ഒന്നും അല്ല. പക്ഷെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ വേഗം കടന്നുറങ്ങാൻ വേണ്ടിയിട്ടോ ഈ കഥ നമുക്ക് പറഞ്ഞു തരുമ്പോ അത് നമുക്ക് പേടി തട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പേടിക്കുന്ന രീതിയിൽ കഥ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. അവർ റോട്ടിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പുറത്തെ ആൾക്കാരുടെ ഒപ്പം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കഥകളുടെ രൂപത്തില് ഓരോ കഥകൾ അതിന് കഥയുടെ രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഇതൊരു ഡിവിയേഷൻ ആണ്. എന്താണ് ഫിയർ? The adult may pass the fear or phobia to children of something that is not injurious or harmful. Sometimes adult tells children story to scare them into doing something. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇന്നാള് വന്ന് പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ സാധാരണ പറയാറുള്ളതാണ്. അപ്പൊ അവരെ നീ വേഗം ഭക്ഷണമൊക്കെ കഴിക്കും. Everyone has an understanding of the natural preservation against dangers. അപ്പൊ സാധാരണ ഡേഞ്ചറിലേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടി അവര് എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ലൈസ് ആണ്. കുട്ടികൾ പറയുന്ന കുറച്ച് ലൈസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ആദ്യത്തെ ഡിഫൻസ് ലൈ ആണ് പറയുന്നത്. ഡിഫൻസ് ലൈ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എന്താണ്, എന്താണ് ഇപ്പൊ ഭക്ഷണം നമ്മളോട് എന്നിട്ടും ഭക്ഷണം നമ്മൾ കൊടുത്തിട്ട് കുട്ടി കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഞാൻ വരുമ്പോൾ നല്ല തല്ല് കിട്ടുന്നു ഫുള്ളായിട്ട് കഴിച്ചില്ലെങ്കിൽ എന്ന് പറയും. അപ്പൊ
വല്ല പാലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, അത് കൊണ്ട് കളയേ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞാൻ കഴിച്ചു എന്ന് നമ്മളോട് പറയും വരുമ്പോ. അപ്പൊ അതെന്താണ്, ഡിഫൻസിന്റെ രീതിയിൽ നമ്മൾ കുട്ടികൾ കാണിക്കുന്ന ഒരു തരം കള്ളത്തരമാണ് അത്. ഈ സോഷ്യൽ ലൈ എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യൽ ലൈ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, എന്റെ ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക്, നിങ്ങൾ എന്ത് മറുപടി വരും? തമാശക്കെങ്കിലും പറ, ആരും ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ. ഇഷ്ടായി തന്നെയാണ്. ഇഷ്ടമായി എന്ന് പറയും. ഇപ്പൊ എന്റെ ഒരു ദിവസത്തെ ക്ലാസ് ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് പറയുള്ളൂ എന്റെ അടുത്ത്? ഇഷ്ടമായി എന്നല്ലേ പറയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇഷ്ടമായി എന്ന് പറയും. ഇപ്പൊ എന്റെ ഒരു ക്ലാസ് എല്ലാ ക്ലാസ്സും നല്ലതാവണം എന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? കുഴപ്പമില്ല മനസ്സിലായിട്ടാ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും, അങ്ങനെ ലൈ പറയും. മറ്റുള്ളവർക്ക് ഒരു ദോഷം വരണ്ട എന്ന രീതിയിൽ ഒരു ലൈ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കാം, എന്നിട്ട് ചോദിക്കുകയാണ് ഈ ഡ്രസ്സ് കുഴപ്പമുണ്ടോ, നല്ലതാണോ എന്ന് ചോദിക്കുമ്പോ അവര് നമുക്ക് വിഷമം തോന്നാതിരിക്കാനെന്ന് വിചാരിച്ച് ടീച്ചറെ നല്ല ഡ്രസ്സാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അതൊരു സോഷ്യൽ ലൈ ആണ്. മറ്റുള്ളവർക്ക് ഒരു ഹേർട്ട് വരുന്നല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലൈ. ഓക്കെ, നെക്സ്റ്റ് ലൈ ആണ് കുട്ടികളിൽ കുറച്ച് ഇമാജിനേഷൻ ഫാന്റസി വേൾഡ് ഒക്കെ വെച്ചിട്ടാണ് അവർ കള്ളങ്ങൾ പറയുന്നത്. അതാണ് ഫാന്റസി ലൈ. ഫാന്റസി ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പറക്കുന്ന കുതിരയുണ്ട്, നീ വരാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതൊരു കള്ളത്തരാ അല്ലെ? പറക്കണ കുതിര, നല്ല 2 ചിറകുള്ള പറക്കണ കുതിരകൾ ഉണ്ട് എന്ന് അവൻ പറയുമ്പോ എന്താണ്, അതൊരു തരം കള്ളത്തരല്ലേ? അത് അവനത് ഇമാജിൻ ചെയ്ത് പറയാം. അത് ഫാന്റസി ലൈ ആണ്. അപ്പൊ നീ വരുമ്പോ അത് കാണിച്ചു തരാട്ടാ. ഓക്കെ, അത് വരില്ല എന്ന് അവന് ഉറപ്പാണ്, അതുകൊണ്ട് അങ്ങനെ പറയണത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്പിരിച്വൽ ലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആത്മീക നുണകൾ എന്ന് പറയും. ചില നുണകൾ നമുക്കത് തോന്നില്ല, ആ കുട്ടി പറയുന്നത് കള്ളമാണോ അല്ലേ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് തോന്നില്ല. അവർ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കണം വിചാരിക്കും, വിശ്വസിച്ചങ്ങോട്ട് പോകും. പിന്നെ ആയിരിക്കും മനസ്സിലാകുന്നത് എന്താണ് നുണയാണെന്ന്. നമ്മളിപ്പോ പറയുന്ന പോലെ എന്താ പറയാ, കഴിഞ്ഞ ദിവസം വരാനത് ചില മടിയായിരിക്കും, അതെ എന്റെ അമ്മ മരിച്ചു, അല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ് മരിച്ചു, ഞങ്ങൾ അവിടെ പോയിരിക്കായിരുന്നു. ജസ്റ്റ് സ്പിരിച്വൽ ലൈസ് ആണ്. ആത്മീക എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കള്ളം ഉണ്ടാക്കി പറയണതാണ്. ഓക്കെ, നമുക്ക് ലൈസിലേക്ക് പോവാം. ലൈസ്, ഡിഫൻസ് ലൈസ്. Children refers to having done something to make the adult or lie by saying he has done something when he has not. അവനൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ അവൻ ചെയ്തു, ഹോംവർക്ക് ചെയ്തു, നീ ഞാൻ ചെയ്തുല്ലോ എന്ന് പറയില്ലേ? അങ്ങനത്തെ ലൈസിനെയാണ് നമ്മൾ ഡിഫൻസ് ലൈസ് എന്ന് പറയുന്നത്. The children is afraid often how the adult will react to such situation. അഡൾട്ട് എങ്ങനെ ആ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നുള്ള ഭയം കൊണ്ടാണ് അവരങ്ങനെ കള്ളം പറയുന്നത്. നീ ഹോംവർക്ക് ചെയ്താടാ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്ത് ഞാൻ ഹോംവർക്ക് ഡിലേ ചെയ്തു എന്ന് പറയും. അങ്ങനത്തെ ലൈസ്. Some lies the children's little white lies. Children take up this from the environment, normally from the adult. Children are afraid to speak their own mind. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് 2 പേര് ഇരിക്കുകയാണ്. ഒരാള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, മറ്റാള് നമ്മുടെ ഫ്രണ്ട് ആണ്. അപ്പൊ ഞാൻ വന്നിട്ട് ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഡ്രസ്സ് എങ്ങനെയുണ്ട്? അപ്പൊ അത്ര മോശമാണ്, പക്ഷെ എന്നാലും പറയുന്നത് ആടി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഫ്രണ്ട് പറയും ആടി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. ഒരാൾ നല്ലത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ മാറുമ്പോ ബെസ്റ്റ് ഫ്രണ്ട് പറയണം ഇത് തീരെ മോശമാണ്, എനിക്ക് സത്യമായിട്ടും നിന്നോട് കള്ളം പറയണമെന്നില്ല, തീരെ മോശമാണ്, ഒട്ടും ചേരുന്നില്ല, സത്യമാണ് അവള് പറഞ്ഞത്. അപ്പൊ മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് ദോഷമായിട്ട് അവർ മനസ്സിൽ വിഷമിക്കരുതെന്ന് പറയുന്ന കള്ളങ്ങളാണ് സോഷ്യൽ ലൈസ്. നെക്സ്റ്റ് ആണ് ഫാന്റസി ലൈ. ഫാന്റസി ലൈ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കണം, മറ്റുള്ള ഹാംഫുൾ ഒന്നല്ല, ജസ്റ്റ് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് കള്ളങ്ങൾ പറയും. ചില കുട്ടികൾ കള്ളം പറയുമ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും പറയുന്നത്. ചിൽഡ്രൻസ് നോക്കാം. The children will able to tell an extraordinary story to stoke or interest the adult. അവർ മറ്റുള്ളവരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡൾട്ട്സിന്റെ ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ പറയും. This is their word to try for attention. അവർ മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. To fit in the group. അവരുടെ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ഓൺ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു അത്യാവശ്യം നല്ല കാശാര പിള്ളേരാണെന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാവരുടെ വീട്ടിലും 2 കാറും 1 കാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ മറ്റൊരു കുട്ടി അവരുടെ ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടി എന്റെ പപ്പയ്ക്ക് 3 കാറുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ അവനെന്താണ് അവർ വിചാരിക്കുന്നത്, അവരുടെ അറ്റൻഷൻ കിട്ടണം, അവരുടെ ഗ്രൂപ്പിലേക്ക് നമ്മളത് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ കള്ളം പറഞ്ഞത്. മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ കള്ളം പറയുന്നത്. ദാറ്റ്സ് ഫാന്റസി ലൈ. Children always have
one better story than the next. എല്ലാ കുട്ടികൾക്കും ഓരോരുത്തരും എപ്പോഴും ഒരു സ്റ്റോറിനേക്കാളും മറ്റൊരു ബെസ്റ്റ് ആയിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള കഥകളായിരിക്കും പറയുന്നത്, ഹാർംഫുൾ ആയിട്ടുള്ളതല്ല കേട്ടോ. നെക്സ്റ്റ് ആണ് സ്പിരിച്വൽ ലൈഫ്. Such deviation start in childhood and it also appears in adulthood. ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ ചെറുപ്പം മുതലേ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അഡൾട്ട് ആയാൽ പോലും ആ ഒരു കള്ളം എന്ത് ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നോക്കും. ഇപ്പോ ചെറുപ്പത്തില് അവൻ പറയാണ് എന്റെ അച്ഛൻ ദുബായിലാണ്, അപ്പൊ അവൻ വലുതായി കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെ അഡൾട്ട്ഹുഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലുതാണെന്ന് മനസ്സിലാവും അവൻ അച്ഛൻ ദുബായിലൊന്നും അല്ലെങ്കിൽ പോലും അവൻ ആ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്താണ്, ദുബായിലായിരുന്നു എന്റെ അച്ഛൻ, ഇപ്പൊ റിട്ടയർ ആയിട്ട് വന്നതാണെന്നുള്ള രീതിയിൽ അച്ഛനോട് പോലും പറയണം എന്ന് പറയും ഫ്രണ്ട്സിനോടൊക്കെ. വെൻ യു ആക്സെപ്റ്റ് യുവർ ഡിവിയേഷൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പിരിച്വൽ ലൈഫ്, അവിടെ വെച്ച് തീരാണ്. നെക്സ്റ്റ് പോയിന്റ് പറയാണ്, വെൻ യു ആക്സെപ്റ്റ് യുവർ ഡിവിയേഷൻ, നിങ്ങൾ നിങ്ങളുടെ ഡിവിയേഷൻ അക്സെപ്റ്റ് ചെയ്യുക. ആസ് ഇഫ് ദേ ആർ ദ പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി. അത് നമ്മുടെ ഡിവിയേഷൻ അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പാർട്ടാണെന്ന് മനസ്സിലാക്കാം. യു ലീവ് യുവർ ഡിവിയേഷൻ റാദർ ദാൻ റിവീലിംഗ് യുവർ ട്രൂ നേച്ചർ. നമ്മൾ നമ്മളുടെ ഡീവിയേഷൻ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അത് ആണ് റിവീൽ ചെയ്ത് നമ്മുടെ ട്രൂ നേച്ചർ ഇങ്ങനെയാണ് എന്ന് റിവീൽ ചെയ്തുകൊണ്ട് ലൈഫ് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാണ് വേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, ഫിയറും ലൈയും ആണ് പറഞ്ഞത്. അതും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ, ഇതും കൂടി ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയാലും നമ്മള് നേരത്തെ പറഞ്ഞ സൊസൈറ്റി ഓഫ് കോഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ഇതേപോലത്തെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുകയും അവർ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആയിട്ട് മാറ്റുകയും ചെയ്തു. ഓക്കെ, നോർമലൈസ്ഡ് കുട്ടികളായിട്ട് മാറ്റി. പിന്നെ അവർ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് അവരൊരു നല്ലൊരു കെട്ടുറപ്പ്, നല്ലൊരു ടുഗദർനെസ്, ഭയങ്കര സിന്തറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം, ഒരു ക്ലാസ് റൂമിലേക്ക് വന്നതിന് നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Okay, in Montessori classroom, children are provided with the environment capable of being nourished. Teachers be careful about various stages of development of the child and help him with his internal needs. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ മോണ്ടിസോറിയിലേക്ക് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അവർക്ക് ആവശ്യത്തിനുള്ള ഹെൽപ്പ് ഒക്കെ കൊടുത്ത് അവരെ എന്ത് ചെയ്യുക, ഒരു ഡെവലപ്മെന്റ്, ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികൾ ഓരോ കുട്ടികളെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിടാം. Thus the child is able to work as per his will. അവരുടെ ആഗ്രഹപ്രകാരം അവന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് നമ്മൾ അലോ ചെയ്യാം. So his mental and physical energy work in unison. അപ്പോൾ അവന് മെന്റൽ എനർജിയും അതേപോലെ ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ചിൽഡ്രൻ ബിക്കം നോർമലൈസ്ഡ്. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, നോർമലൈസ്ഡ് ആവുന്നത്. Thus a Montessori classroom become great gathering of normalized children. അപ്പോൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ആദ്യം വരുമ്പോഴും നോർമലൈസ്ഡ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഒക്കെ മാറ്റി നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റും. When the children are normalized, is the possible to give him perfect freedom in the class. നമുക്ക് നോർമലൈസ് ആയി എന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്ക് ആ കുട്ടിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കാനായിട്ട് പറ്റും. And yet to have
പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഫ്രം ദം. അപ്പൊ അവരിൽ നിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ആദ്യം കുറച്ച് വാശിയും കുറുമ്പും അതേപോലെ ഡിസിപ്ലിനൊന്നും ഇല്ലാത്ത കുട്ടികൾ നോർമലൈസ്ഡ് ചൈൽഡ് ആകുമ്പോൾ, ന്യൂ ചൈൽഡ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഡിസിപ്ലിൻ അത്യാവശ്യം കുട്ടികൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് ദ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. അതുകൊണ്ടാണ് ഈ കുട്ടികളെ നമ്മൾ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ബൈ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾ സൊസൈറ്റി ഓഫ് കൊഹീഷൻ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് നമ്മുടെ സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടും നല്ല ഒരു ദോഷവും വരുത്താത്ത നല്ല പെർഫോമിംഗ് ആയിട്ട് നല്ല ക്യാരക്ടറുള്ള നല്ല ഗുഡ് പേഴ്സണാലിറ്റീസ് ഉള്ള കുട്ടികളായിരിക്കും. This is something formed by an attraction between or among the children. ഇത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോംഡ് ഒരു അട്രാക്ഷൻ, മറ്റു കുട്ടികളെ കണ്ട് പഠിക്കാം, അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. It is the natural and spontaneous unification of cohesion. ഇതെല്ലാം കൊഹീഷന്റെ ഒരു പാർട്ടാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. Children are able to attain such cohesion because they are naturally full of love. ഇത് എങ്ങനെ കൊഹീഷൻ അറ്റൈൻ ചെയ്യുന്നത്, ഒരു കെട്ടുറപ്പ് വരുന്നത് അവിടെയുള്ള എല്ലാ കുട്ടികളും തമ്മിൽ നല്ലൊരു സ്നേഹം ഉണ്ടാവും, നല്ലൊരു ഒത്തൊരുമ ഉണ്ടാവും, very sympathetic ആയിരിക്കും, ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ കോഴ്സ് തുടങ്ങി 6 മാസം ഉള്ളപ്പോ, അല്ല 6 മാസം മുമ്പ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയപ്പോ നമുക്ക് എല്ലാവരും എന്തായിരുന്നു, പരിചിതരല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ ഒരു 6 മാസം ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് എല്ലാവരും ഏകദേശം കുറച്ചെങ്കിലും അറിയാം. എനിക്കല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇല്ലേ? അതില്ലേ? ബാക്കി എല്ലാ ബാച്ചിനും ഉണ്ട്, ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ ഒരു ഒത്തൊരുമയോട് കൂടി ഒരു കാര്യം അറ്റൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ലൊരു സ്നേഹവും നല്ലൊരു ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ അതിനോട് പ്രാപ്താവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ therefore we should help them foster these qualities by giving them the right of the environment and condition. അപ്പൊ നമ്മൾ നല്ലൊരു കണ്ടീഷൻ, നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ കുട്ടികളിലെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാൻ. ഞാൻ ഈ ചാപ്റ്റർ കൂടി കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ബട്ട് പോർഷൻ ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ 5th ചാപ്റ്റർ നോർമലൈസേഷൻ ഡീവിയേഷനും ഈ സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ ഇൻട്രോ പാരഗ്രാഫ് ഒന്ന് നല്ല രീതിയിൽ വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.